ജനകീയ പ്രക്ഷോഭങ്ങൾക്കും പ്രതിപക്ഷത്തിന്റെ കടുത്ത സമ്മർദ്ദങ്ങൾക്കും മുന്നിൽ വഴങ്ങി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചതോടെ മോദി സർക്കാരിന്റെ ഭരണചരിത്രത്തിൽ പുതിയൊരു രാഷ്ട്രീയ അധ്യായം കുറിക്കപ്പെടുകയാണ്. കഴിഞ്ഞ 12 വർഷത്തെ നരേന്ദ്രമോദി ഭരണത്തിനിടയിൽ ആദ്യമായാണ് ക്യാബിനറ്റ് റാങ്കുള്ള ഒരു കേന്ദ്രമന്ത്രി ഭരണപരമായ വലിയ വീഴ്ചയുടെയും അഴിമതിയുടെയും ഉത്തരവാദിത്തം ഏറ്റെടുത്ത് സ്ഥാനമൊഴിയാൻ നിർബന്ധിതനാകുന്നത്. രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി മന്ത്രിമാരെ പുറത്താക്കുകയോ രാജി ആവശ്യപ്പെടുകയോ ചെയ്യാത്ത ബി.ജെ.പി. നേതൃത്വത്തിന്റെ കർശന ശൈലിക്കേറ്റ കനത്ത തിരിച്ചടിയായാണ് ഈ നീക്കം വിലയിരുത്തപ്പെടുന്നത്. സർക്കാരിനെ എത്രത്തോളം പ്രതിരോധത്തിലാക്കിയാലും നരേന്ദ്രമോദി വഴങ്ങില്ലെന്ന ഇതുവരെയുള്ള പൊതുധാരണയെയാണ് വിദ്യാർത്ഥി പ്രക്ഷോഭവും പ്രതിപക്ഷ ഐക്യവും ചേർന്ന് കാറ്റിൽ പറത്തിയത്. റഫാൽ ഇടപാടിലോ ചരിത്രപരമായ കർഷക സമരത്തിലോ പ്രതിപക്ഷം ഒന്നടങ്കം ആവശ്യപ്പെട്ടിട്ടും വഴങ്ങാത്ത സർക്കാർ നീറ്റ് പരീക്ഷാ വിവാദത്തിൽ മുട്ടുമടക്കിയത് ജനകീയ ശക്തിയുടെ വൻ വിജയമായി മാറി. വിദ്യാർത്ഥികളുടെയും യുവാക്കളുടെയും പോരാട്ടത്തിനൊപ്പം രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ പ്രതിപക്ഷം ഉറച്ചു നിന്നതാണ് ഈ ചരിത്രപരമായ രാജിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത്. കോൺഗ്രസ്, തൃണമൂൽ കോൺഗ്രസ്, DMK, ഇടതുപക്ഷ പാർട്ടികൾ തുടങ്ങിയ മുന്നണി കക്ഷികൾ ഒരേ സ്വരത്തിൽ വിഷയം പാർലമെന്റിലും തെരുവിലും ഉയർത്തിക്കാട്ടിയത് സർക്കാരിന്റെ പ്രതിരോധം പൂർണ്ണമായും തകർത്തു. സർക്കാരിന്റെ അജയ്യ പ്രതിച്ഛായ സംരക്ഷിക്കുക എന്ന മുൻഗണനയേക്കാൾ ദശലക്ഷക്കണക്കിന് വരുന്ന വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും അമർഷം ഭരണ തുടർച്ചയെ ബാധിക്കുമെന്ന തിരിച്ചറിവാണ് BJP നേതൃത്വത്തെ ഈ തീരുമാനത്തിലേക്ക് നയിച്ചത്. കേന്ദ്ര സർക്കാരിന്റെ പ്രധാന വോട്ട് ബാങ്കായ യുവജനങ്ങളുടെ പിന്തുണ നഷ്ടപ്പെടുന്നത് വരാനിരിക്കുന്ന നിർണായക നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ കനത്ത പ്രഹരമാകുമെന്നും BJP ഭയന്നു. കൂടാതെ രാജ്യാന്തര മാധ്യമങ്ങളിൽ ഇന്ത്യയുടെ വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ചും ഭരണ സുതാര്യതയെക്കുറിച്ചും ഉയർന്ന വിമർശനങ്ങൾ പ്രധാനമന്ത്രിയുടെ ആഗോള പ്രതിച്ഛായയ്ക്ക് സൃഷ്ടിച്ച ഭീഷണി ഒഴിവാക്കാനുള്ള ഡാമേജ് കൺട്രോൾ നീക്കം കൂടിയാണ് എന്നും ചർച്ചകൾ ഉയരുന്നു. മൂന്നാമത് സർക്കാരിനെ താങ്ങി നിർത്തുന്ന NDA സഖ്യകക്ഷികളിൽ നിന്നുള്ള കടുത്ത കത്തുകൂടിയായപ്പോൾ സർക്കാരിന് രാജി ചോദിച്ചു വാങ്ങുകയല്ലാതെ മറ്റു വഴികളില്ല എന്നായി. നിതീഷ് കുമാറിന്റെ JDU, ചന്ദ്രബാബു നായിഡുവിന്റെ TDP തുടങ്ങിയ സഖ്യകക്ഷികൾ വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ അവഗണിക്കുന്നത് തങ്ങളുടെ സ്വന്തം സംസ്ഥാനങ്ങളിലെ പ്രാദേശിക വോട്ട് ബാങ്കിനെ തകർക്കുമെന്ന് ഭയപ്പെട്ടു. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിക്ക് തൊട്ടുമുൻപ് ബീഹാറിൽ വിദ്യാർത്ഥികളും പോലീസും തമ്മിലുണ്ടായ കടുത്ത ഏറ്റുമുട്ടലുകൾ സഖ്യകക്ഷികളുടെ സമ്മർദ്ദം ഇരട്ടിയാക്കി. ഒടുവിൽ സഖ്യകക്ഷികളുടെ പിന്മാറ്റ ഭീഷണിയും അന്താരാഷ്ട്ര തലത്തിലുണ്ടായ നാണക്കേടും തിരിച്ചറിഞ്ഞ് BJP അടിയറവ് പറയുകയായിരുന്നു. ഈ സമരം വിജയിച്ചതോടെ വരും ദിവസങ്ങളിൽ പ്രതിപക്ഷ നിരയിലെ ഐക്യം കൂടുതൽ ശക്തിപ്പെടുകയും ഭരണകൂടത്തിനെതിരെയുള്ള പോരാട്ടങ്ങൾക്ക് പുതിയ ഊർജ്ജം ലഭിക്കുകയും ചെയ്യും. ഭരണകൂടത്തിന്റെ പിടിവാശികൾക്കും വാദമുഖങ്ങൾക്കും മുകളിൽ ജനകീയ ശക്തിക്കും പ്രതിപക്ഷ കൂട്ടായ്മയ്ക്കും ജയിച്ചു നിൽക്കാനാകുമെന്ന വലിയ പാഠമാണ് ഈ അപ്രതീക്ഷിത രാജി നൽകുന്നത്. അനാവശ്യമായ രാഷ്ട്രീയ വാശികൾ മാറ്റിവെച്ച് ജനവികാരത്തെയും യുവതലമുറയുടെ ഭാവിയെയും മാനിക്കാൻ അധികാരികൾ തയ്യാറാകണമെന്ന സന്ദേശം കൂടിയാണിത്. ഈ രാജി കേവലം ഒരു മന്ത്രിയുടെ മാത്രം പതനമല്ല, മറിച്ച് ജനാധിപത്യ രാജ്യത്ത് പരമാധികാരം ജനങ്ങൾക്കാണെന്നും അവരുടെ ന്യായമായ ആവശ്യങ്ങൾക്ക് മുന്നിൽ ഏത് ശക്തമായ ഭരണകൂടത്തിനും തലകുനിക്കേണ്ടി വരുമെന്നുമുള്ള ഓർമ്മപ്പെടുത്തൽ കൂടിയാണിത്.